ചെങ്കടലിൽ ആക്രമണം തുടങ്ങിയതിനൊപ്പം ഇസ്രായേലിലേക്കുള്ള ആക്രമണവും ഹൂതികൾ ശക്തമായി തുടരുന്നു. ഹൂതികൾ മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു മിസൈൽ ആക്രമണം നടത്തി. വെള്ളിയാഴ്ച രാത്രി യമനിൽ നിന്ന് വിക്ഷേപിച്ച ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈൽ ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞു. ബീർഷബയിലെ ഒരു സെൻസിറ്റീവ് ലക്ഷ്യത്തിലേക്കാണ് ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ അവകാശപ്പെട്ടു. ആക്രമണം വിജയകരമായിരുന്നുവെന്നും ഹൂതികൾ പറഞ്ഞു. മിസൈൽ ആക്രമണത്തെ തുടർന്ന് തെക്കൻ വെസ്റ്റ് ബാങ്കിലും ചാവുകടലിന് സമീപവും അപായ സൈറൻ മുഴങ്ങി. പലസ്തീൻ 2 ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും ഹൂതികൾ പറഞ്ഞു. എലാത്ത്, അഷ്കെലോൺ, ഖദേര എന്നിവയെ ലക്ഷ്യമിട്ട് 3 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയെന്നും ഹൂതികൾ പറഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ ഹൂതികൾ നടത്തുന്ന 2ാമത്തെ മിസൈൽ ആക്രമണമാണിത്. അതിനിടെ ചെങ്കടലിൽ വീണ്ടും ആക്രമണ പരമ്പരവുമായി ഹൂതികൾ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ ഗ്രീക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ഹൂതികളുടെ ആക്രമണത്തിനിരയായത്. കപ്പൽ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളും ഹൂതികൾ പുറത്തുവിട്ടു. ദിവസങ്ങൾക്ക് മുമ്പ് ഹൂതികൾ മറ്റൊരു വാണിജ്യ കപ്പലിനെ ആക്രമിച്ചിരുന്നു. ഗ്രീക്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ കപ്പലും. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. ഹൂതികളുടെ തുടർച്ചയായ ആക്രമണത്തെ തുടർന്ന് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം നിലച്ചിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത്. ഗസയിൽ വെടിനിർത്തൽ വന്നതോടെ താൽക്കാലികമായി ഹൂതികളും ചെങ്കടലിൽ ആക്രമണം അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയതോടെ ഹൂതികളും ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങി. സുപ്രധാന കപ്പൽ പാതയാണ് ചെങ്കടൽ. ആക്രമണത്തെ തുടർന്ന് വീണ്ടും കപ്പലുകൾ ഇതുവഴിയുള്ള സഞ്ചാരം ഉപേക്ഷിച്ചിരിക്കുകയാണ്. കനത്ത ആക്രമണമാണ് എറ്റേണിറ്റി സി എന്ന കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയത്. നിരവധി ആക്രമണങ്ങൾ കപ്പൽ നേരിട്ടു. സീ ഡ്രോണുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉപയോഗിച്ചായിരുന്നു ഹൂതികളുടെ ആക്രമണം. കപ്പൽ ജീവനക്കാരിൽ 21 ഫിലിപ്പീൻസുകാരും ഒരു റഷ്യക്കാരനും 3 സുരക്ഷാ ഭടന്മാരുമാണ് ഉണ്ടായിരുന്നത്. ഡിസംബറിന് ശേഷം യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആദ്യമായാണ് ആക്രമണം നടത്തിയത്. ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത മാജിക് സീസ് എന്ന കാർഗോ കപ്പലിൽ നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. കപ്പൽ കത്തിനശിച്ചു. 8 ബോട്ടുകളിലാണ് അക്രമി സംഘം എത്തിയത്. കപ്പലിലെ സായുധ സംഘം തിരിച്ചടിച്ചു. എന്നാൽ അക്രമികൾ കപ്പലിന് നേരെ വെടിയുതിർത്തു. അതിനൊപ്പം റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും പ്രയോഗിച്ചു. ചെങ്കടലിൽ വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ചരക്ക് കപ്പൽ. ബോട്ടിലെത്തിയ അക്രമി സംഘം കപ്പലിനെ വളയുകയായിരുന്നു. ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും വെള്ളം കയറുകയും ചെയ്തുവെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി പറഞ്ഞു. കപ്പൽ ഉപേക്ഷിച്ച് എല്ലാ ജീവനക്കാരും രക്ഷപ്പെട്ടു. അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നത് ഹൂതികളാണ്. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകളെ ലക്ഷ്യമിടാൻ തുടങ്ങിയത്. പലസ്തീനികളുടെ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആക്രമണമെന്നാണ് വിമത സംഘം അവകാശപ്പെട്ടത്. 2023 നവംബറിന് 2025 ജനുവരിക്കുമിടയിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ 100-ലധികം ആക്രമണങ്ങൾ നടത്തി. ഇത് ആഗോള ഷിപ്പിങ്ങിനെ തടസ്സപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഷിപ്പിംഗ് കമ്പനികൾ നിർബന്ധിതരായി. ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ വെടിനിർത്തലിൽ എത്തിയതോടെ ജനുവരിയിൽ ഹൂതികൾ ആക്രമണങ്ങൾ നിർത്തി. എന്നാൽ മാർച്ച് പകുതിയോടെ അമേരിക്ക ഗ്രൂപ്പിനെതിരെ വ്യാപകമായ ആക്രമണം ആരംഭിച്ചതോടെ ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങുകയായിരുന്നു.